നിങ്ങളുടെ പേഴ്സൻ്റെ ഫീലിങ്സ് അല്ലെങ്കിൽ സ്നേഹം അത് സിൻസിയർ ആണോ അല്ലയോ എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, നിങ്ങളുടെ പേഴ്സണ് നിങ്ങളോടുള്ള സ്നേഹം വളരെ സിൻസിയർ ആയിട്ട് തന്നെയാണ് ഇവിടെ കാണുന്നത്. കാരണം ആം, ഇവിടെ എനിക്ക് മോസ്റ്റ് ആയിട്ട് എനിക്ക് കാണുന്നത് പാസ്റ്റ് ലൈഫ് കണക്ഷൻ ഉണ്ട്. കാരണം അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു പേഴ്സണുമായിട്ട് പാസ്റ്റ് ലൈഫ് കണക്ഷൻ എന്തായാലും ഉണ്ട് കേട്ടോ. കാരണം നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാവും ഈ ഒരു പേഴ്സണെ കണ്ടുമുട്ടിയതിന് ശേഷം ആ ഒരു ഉള്ളിൽ കൂടെ ഉള്ളൊരു അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ടെലിപ്പതി കമ്മ്യൂണിക്കേഷനും അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഈ പേഴ്സണെ നമുക്ക് എവിടെയെങ്കിലും ഇപ്പം മുമ്പേ അറിയാവുന്ന ഒരു ബന്ധം, അല്ലെങ്കിൽ ഫസ്റ്റ് തന്നെ നിങ്ങൾ കണ്ട മാത്രയിൽ തന്നെ നിങ്ങൾ അങ്ങോട്ട് വളരെയധികം ആദ്യമായിട്ട് കാണുന്ന പോലെ ആയിരിക്കില്ല നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാവുക. അല്ലെങ്കിൽ ഒരു 2-3 ദിവസത്തിനുള്ളിൽ തന്നെ നിങ്ങൾ അങ്ങോട്ട് വളരെയധികം ഫ്രണ്ട്സ് ആയിട്ട് മാറിയിട്ടുണ്ടാവാം ഈ ഒരു പേഴ്സണുമായിട്ട്. കാരണം ഇവിടെ പാസ്റ്റ് ലൈഫ് കണക്ഷൻ അല്ലെങ്കിൽ പാസ്റ്റ് ലൈഫ് ബന്ധം ഉള്ള ഒരു കാർഡ് ഇവിടെ വന്നിട്ടുണ്ട്. പിന്നെ ഈ ഒരു റിലേഷൻഷിപ്പിൽ എനിക്ക് ഫീൽ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ക്യൂൺ ഓഫ് സോഴ്സ് കിട്ടിയിട്ടുണ്ട്. അതായത് വളരെയധികം അങ്ങോട്ടും ഇങ്ങോട്ടുള്ള കുറ്റപ്പെടുത്തലുകളും തല്ലുപിടുത്തങ്ങളും മാത്രമായിട്ട് ഇപ്പോൾ ഈ ഒരു സ്ഥിതിയിൽ മുന്നോട്ട് പോകുന്ന ഒരു ബന്ധമായിട്ടാണ് എനിക്ക് കാണുന്നത്. കാരണം ക്യൂൺ ഓഫ് സോഴ്സ് ഉണ്ട്. ഇതിലേതോ ഒരു പേഴ്സൺ എന്താ പറയുക, എനിക്ക് തോന്നുന്നു 2 പേഴ്സൺസും അങ്ങോട്ടും ഇങ്ങോട്ടും വിട്ട് കൊടുക്കാതെ തന്നെ നന്നായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നന്നായിട്ട് സംസാരിക്കുന്ന വ്യക്തികളാണ്. ഭയങ്കരമായിട്ട് തല്ലുപിടുത്തം, ബഹളം അങ്ങനെയുള്ളൊരു സിറ്റുവേഷനൊക്കെ കാണുന്നുണ്ട്. പെട്ടെന്നുണ്ടായിരുന്ന ഒരു ചേഞ്ചസ് ഇവിടെ കാണുന്നുണ്ട്. ടവർ കാർഡ് ഇവിടെ വന്നിട്ടുണ്ട്. അതായത് പെട്ടെന്നുള്ളൊരു ചേഞ്ചസ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ സ്മൂത്ത് ഗോയിങ് ആയി പോയിക്കൊണ്ടിരുന്ന റിലേഷൻഷിപ്പിൽ പെട്ടെന്നായിരിക്കണം നിങ്ങൾക്ക് ഇങ്ങനെയുള്ളൊരു മാറ്റങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ടാവും. അതിൽ വളരെയധികം പെയിൻഫുൾ ആയിട്ടുള്ള സിറ്റുവേഷനും നിങ്ങൾക്ക് വന്നിട്ടുണ്ടാവും മനസ്സിൽ. അപ്പോൾ വേറെ എന്തുകൊണ്ടല്ല, ഞാനിവിടെ മുൻപ് ഒരു ഇത് ചെയ്തിട്ടുണ്ടായിരുന്നു, വീഡിയോ ചെയ്തിട്ടുണ്ട്. അതായത് ഇവിടെ ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ ഞാൻ പറഞ്ഞല്ലോ. അപ്പം മുൻ ജന്മങ്ങളിൽ നിങ്ങൾക്കുമായിട്ടുള്ളൊരു കർമ്മം അവിടെ തീർക്കാനുണ്ടായിരിക്കും. ആ ഒരു കർമ്മം തീർക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ജന്മത്തിൽ നിങ്ങൾ കണ്ടുമുട്ടിയിട്ടുണ്ടാവുക. കാരണം ഈ ജന്മത്തിൽ കണ്ടുമുട്ടി നിങ്ങൾക്ക് ചെയ്തു തീർക്കാനുള്ള ഒരുപാട് കാര്യങ്ങൾ ഉണ്ട്. ഇൻഡ് മീൻസ് നിങ്ങൾ തമ്മിലുള്ള ഒരു കർമ്മഫലങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഗിവ് ആൻഡ് ടേക്ക് ആയിട്ട് ചെയ്തു തീർക്കാനുള്ള കാര്യങ്ങൾ ഇവിടെ കാണുന്നുണ്ട്. അതായത് അതാണ് പാസ്റ്റ് ലൈഫിലെ കണക്ഷൻ ആയിട്ടുള്ള ഒരു കാർഡ് വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വളരെയധികം പെയിൻഫുൾ ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻസ് ആയിരിക്കും ഈ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകും വരെ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാവുക. പക്ഷേ ആ ഒരു പേഴ്സന്റെ സ്നേഹം എന്ന് പറയുന്നത് സിൻസിയർ തന്നെയാണ് ഇവിടെ കാണിക്കുന്നുണ്ട്. കാരണം ഇവിടെ സ്ട്രെങ്ത് കാർഡ് ഉണ്ട്, പിന്നെ 4 ഓഫ് വാൺസ് കാർഡ് ഉണ്ട്. അത് മാത്രമല്ല നിങ്ങൾക്ക് ഇവിടെ കാണാം ആ ഒരു പേഴ്സൺ നിങ്ങൾക്ക് നോ കോണ്ടാക്ട്സ് സിറ്റുവേഷനിൽ ഇരിക്കുമ്പോൾ തന്നെ ആ ഒരു പേഴ്സൺ വേറെ വല്ല ജോലിയിലാണെങ്കിൽ പോലും ആ ഒരു പേഴ്സൺ നിങ്ങളെ തിരിഞ്ഞു നോക്കുന്നുണ്ട്. കണ്ടോ, ഇവിടെ ഒരു 5 ഓഫ് സോഴ്സ് കാർഡിൽ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. എന്തൊക്കെ തന്നെയായാലും ആ ഒരു പേഴ്സൺ നിങ്ങളെ ഓർക്കുന്നുണ്ട്. ഇപ്പോഴും നിങ്ങളുടെ ഓരോ നിമിഷങ്ങളൊക്കെ റീകോൾ ചെയ്ത് മനസ്സിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. അത് മാത്രമല്ല കൂടുതലും പെയിൻഫുൾ സിറ്റുവേഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്കായിരിക്കും. കാരണം അവിടെ ഒരുപാട് കർമ്മം നിങ്ങളായിട്ട് ചെയ്തു തീർക്കാനുണ്ട് ഇവിടെ ഈ ഒരു പേഴ്സണുമായിട്ട്. അപ്പോൾ ആ ഒരു പേഴ്സണിൽ നിന്നും വളരെയധികം ദുഃഖങ്ങൾ നിങ്ങൾക്ക് കിട്ടാനായിട്ട് ഇവിടെ ചാൻസ് ഉണ്ട്. ബട്ട് അതൊന്നും ഒരു ഫേക്ക് പേഴ്സൺ ആയിട്ടോ അങ്ങനെയൊന്നും ഒരു കാര്യം കൊണ്ടല്ല. കാരണം ആ ഒരു പേഴ്സൺ നിങ്ങളോടുള്ള ഇഷ്ടക്കോടുകൾ കൊണ്ടായിരിക്കാം നിങ്ങൾ തമ്മിലുള്ള ഈ ഒരു വഴക്ക് എപ്പോഴും നടക്കുന്നത്. കാരണം ഇപ്പോൾ ഫ്ലേട്ടിംഗ് രീതിയാണെങ്കിൽ അതെല്ലാം ആ ഒരു വ്യക്തി ഒട്ടും ആ ഒരു ബന്ധത്തിൽ സിൻസിയർ അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താലും ആ ഒരു വ്യക്തിക്ക് ഒരു കുഴപ്പവും ഉണ്ടാവില്ല. അതുപോലെ തന്നെയായിരിക്കും നിങ്ങൾക്ക് അവരെന്ത് ചെയ്താലും. ഇപ്പോൾ ആ ഒരു വ്യക്തി വേറെ ആൾക്കാരുടെ പിന്നാലെ പോയാലോ അല്ലെങ്കിൽ ആ ഒരു വ്യക്തി എന്ത് ചെയ്താലും നിങ്ങൾക്ക് ഇവിടെ ഒരു പ്രശ്നമായിട്ട് കാണുന്നില്ല. ഇവിടെ നിങ്ങൾക്കെന്നല്ല, നിങ്ങൾക്ക് 2 പേർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും തൊട്ടതിനും പിടിച്ചതിനും എല്ലാത്തിനും പ്രശ്നങ്ങളായിരിക്കും. കാരണം ഇപ്പോൾ എന്താ പറയുക, ഫോർ എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ നീ ഇപ്പോൾ എൻ്റെ അടുത്ത് ഇന്നെന്താ വിളിക്കാൻ നേരം വൈകിയത്, നിനക്കിപ്പോൾ എന്നെ വേണ്ടാണ്ടായോ, അങ്ങനെയുള്ളൊരു ടോക്കൊക്കെ നിങ്ങൾക്കിടയിൽ വന്നുകൊണ്ടിരിക്കുന്നുണ്ടാവാം. അങ്ങനത്തെ സിറ്റുവേഷൻസ് ഒക്കെ നിങ്ങളുടെ കയ്യിൽ ഇരിക്കുന്നുണ്ടാവാം. അത് മാത്രമല്ല നിങ്ങളെ വിട്ടിട്ട് ആ ഒരു പേഴ്സൺ വേറൊരാളോട് കൂടുതലായിട്ട് സംസാരിക്കുന്നതോ ഇടപെടുന്നതോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ രീതിയിലുള്ള പൊസസീവ്നെസ്, അല്ലെങ്കിൽ ആ ഒരു പേഴ്സൺ പൊസസീവ്നെസ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടാവാം. ഇങ്ങനെ പാടില്ല, അങ്ങനെ പാടില്ല, അങ്ങനെയുള്ളൊരു ടോക്ക് നിങ്ങളുടെ ഇടയിൽ വന്നിട്ടുണ്ടാവാം. ഇതുകൊണ്ടൊക്കെ ആയിരിക്കും ഒരു സില്ലി മാറ്റേഴ്സ് ആയിരിക്കും നിങ്ങളുടെ ലൈഫിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പിൽ ഇപ്പോൾ ഒരു തല്ലുപിടുത്തത്തിനുള്ള കാരണങ്ങളായിട്ട് മാറുന്നുണ്ടാവുക. അത് ഒന്നുകൊണ്ടല്ല, സ്നേഹക്കൂടുതൽ കൊണ്ട് മാത്രമാണ്. അപ്പോൾ ആ ഒരു സ്നേഹക്കൂടുതൽ കൊണ്ട് നിങ്ങൾക്ക് 2 പേർക്കും ആ ഒരു പെയിൻ
നിങ്ങൾക്ക് താങ്ങുന്നുണ്ടാവില്ല മാനസികമായിട്ട്. അപ്പോൾ വിചാരിക്കും, എന്തിന് ഞാനിങ്ങനെ മാനസികമായിട്ട് ഇങ്ങനെ ഒരു പ്രശ്നങ്ങളൊക്കെ താങ്ങണം, വേണ്ട പൊക്കോട്ടെ എന്നുള്ളൊരു രീതിയിൽ നിങ്ങളും അല്ലെങ്കിൽ ആ ഒരു പേഴ്സണും പോകുന്നുണ്ടാവും. പക്ഷെ പോയി കഴിയുമ്പോഴായിരിക്കും നമുക്ക് തീരെ പറ്റാത്ത സിറ്റുവേഷനൊക്കെ വരുന്നത്, ലൈഫിലേക്ക് വരുന്നത്. എന്താ പറയുക, ചുറ്റും ഒരു കാര്യങ്ങൾ അങ്ങോട്ട്, ഇപ്പോൾ ജോലിക്ക് പോകാനാണെങ്കിലും ജോലിക്ക് പോയി കഴിഞ്ഞാൽ എപ്പോഴും ആ ഒരു പേഴ്സണെ കുറിച്ച്, നിങ്ങളുടെ കാര്യങ്ങളെ കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നതായിട്ടാണ് ഈ ഒരു പേഴ്സന്റെ ഫീലിങ്സ് ഇപ്പം എനിക്ക് കാണാൻ പറ്റുന്നത്. അപ്പൊ ഇതാണ് ഇന്നത്തെ ഒരു റീഡിങ്. അത് മാത്രമല്ല, ഇപ്പൊ ചില പ്രേക്ഷകർക്ക് ഇവിടെ ഒരു കൺഫ്യൂഷൻ സ്റ്റേജ്, ആ ഒരു പേഴ്സൺ, നിങ്ങളുടെ പേഴ്സൺ ഒരു കൺഫ്യൂഷൻ ജഗ്ലിംഗ് സിറ്റുവേഷൻ ഇവിടെ കാണുന്നുണ്ട്. കാരണം ഇവിടെ 2 of Pentacles വന്നിട്ടുണ്ട്, ജഗ്ലിംഗ് ആയിട്ട് കാണുന്നുണ്ട്. അത് മാത്രമല്ല, ഇവിടെ നമുക്ക് ഈ ഒരു കാർഡിനെ നമുക്ക് ജഗ്ലിംഗ് സിറ്റുവേഷൻ എന്ന് പറയുന്നത് ചിലപ്പോൾ എന്താ പറയുക, കരിയറും അല്ലെങ്കിൽ അവരുടെ ഫാമിലിയും അല്ലെങ്കിൽ നിങ്ങളുമായിട്ടുള്ള ഒരു ബന്ധം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ടുള്ളൊരു കാര്യത്തിലൊരു കൺഫ്യൂഷൻ, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു സ്റ്റേജ് കരിയറിൽ ഇപ്പോൾ പുറത്തേക്ക് പോകാനുള്ളൊരു ഇതിലോ അല്ലെങ്കിൽ വർക്ക് സംബന്ധമായിട്ടുള്ള അത്രേ ഉള്ളൂ അവിടെ ഒരു ജഗ്ലിംഗ് സിറ്റുവേഷൻ, കൺഫ്യൂഷൻ സ്റ്റേജ് എന്ന് പറയുന്നത്, അല്ലാതെ വേറെ ഒന്നുമല്ല. അത് മാത്രമല്ല, നിങ്ങൾക്ക് ഈ കാർഡ് കണ്ടാൽ അറിയാം, ഈ കുറച്ച് പേഴ്സൺസിനാണ് ഞാൻ ഈ പറഞ്ഞ ജഗ്ലിംഗ് സിറ്റുവേഷൻ എന്ന് പറയുന്നത്, കൺഫ്യൂഷൻ സ്റ്റേജ് എന്ന് പറയുന്നത്. എന്തെങ്കിലും കാര്യത്തിൽ ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരിക്കാം. ചിലപ്പോൾ മേ ബി ആ ഒരു പേഴ്സണ് നിങ്ങൾക്ക് ആ ഒരു വ്യക്തിയോടുള്ള സ്നേഹം സിൻസിയർ ആണോ എന്ന് ചിന്തിക്കുന്നുണ്ടാവാം. അപ്പോൾ ആ ഒരു കൺഫ്യൂഷൻ സ്റ്റേജിലായിരിക്കും ആ വ്യക്തി ഇരിക്കുന്നുണ്ടാവാം. മാത്രമല്ല, നിങ്ങൾക്ക് ഈ ഒരു കാർഡ് കണ്ടാൽ അറിയാം, ഹേറ്റ് എന്ന് എഴുതിയിട്ടുണ്ടാവാം. കാരണം ഞാൻ പറഞ്ഞു, ഇവിടെ പാസ്റ്റ് ലൈഫ് കണക്ഷൻ ആണ് നിങ്ങളുടേത്. അതായത് ഈ ഒരു വലയത്തിൽ 8 എന്നുള്ളത് പറഞ്ഞത് ഒരു എന്താ പറയാ, 8 എന്ന് പറയുന്നത് ചുറ്റിക്കൊണ്ടേ ഇരിക്കാന്ന് പറയില്ലേ, അതിനൊരു എൻഡിങ് ഇല്ല. അതിങ്ങനെ വന്നും പോയിക്കൊണ്ടിരിക്കും. അതാണ് ഈ കാർഡ് സൂചിപ്പിക്കുന്നത്. 8 വന്നും പോയി ഇങ്ങനെ അതിനുള്ളിൽ കിടന്ന് തന്നെ വട്ടം കറങ്ങാന്നുള്ളതാണ്. ബാക്കിയുള്ള എല്ലാത്തിനും നമുക്കൊരു ഓപ്പണിംഗ് ഉണ്ടായിരിക്കും, ഓപ്പൺ സ്പേസോ അതിൽ നിന്ന് പുറത്ത് ചാടാനുള്ള ഒരു സംഭവം ഒക്കെ ഉണ്ടായിരിക്കും. പക്ഷെ ഈ ഒരു ബന്ധം എന്ന് പറയാനായിട്ട് നിങ്ങൾക്കായാലും ആ പേഴ്സൺ ആയാലും വിചാരിച്ചാൽ പോലും ഈ ഒരു ബന്ധത്തിൽ നിന്നും പുറത്തേക്ക് കടക്കാനായിട്ട് പറ്റുന്നുണ്ടാവില്ല. അതാണ് ഇവിടെ ഈ ഒരു 2 of Pentaclesന്റെ കാർഡ്സിൽ നമുക്ക് പറയാനായിട്ടുള്ളത്. ആ ഒരു സിറ്റുവേഷൻ ആയിരിക്കും നിങ്ങൾക്ക്. വിട്ടിട്ട് പോകാനും പറ്റുന്നില്ല എന്നാന്ന് തിരിച്ച് ആ ഒരു സ്മൂത്ത് ഗോയിങ് ആയിട്ടുള്ള കാര്യം ചെയ്യാനും പറ്റുന്നില്ല. അതായത് പാസ്റ്റ് ലൈഫ് കണക്ഷൻ, അതാണ് ഏറ്റവും മെയിൻ ആയിട്ട് ഈ ഒരു റീഡിങ്ങിൽ എനിക്ക് എടുത്ത് പറയാനായിട്ടുണ്ടാവുക. കാരണം പാസ്റ്റ് ലൈഫ് കണക്ഷൻ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു കർമ്മത്തെ തീർത്തിട്ടല്ലാണ്ട് ഈ ഒരു തീർത്ത്, ഞാൻ പറഞ്ഞില്ലേ, ഇതിൽ മിക്കവാറും എനിക്ക് കാണാൻ പറ്റുന്നത് ഒരു കാർമിക് സോൾമേറ്റ്സിനെയാണ്. കാർമിക് സോൾമേറ്റ്സ് എന്താണെന്ന് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. കാരണം കാർമിക് സോൾമേറ്റ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ ജന്മത്ത് ഈ ഒരു വ്യക്തിയുമായിട്ടുള്ള കാര്യത്തിൽ നിങ്ങളുടെ ഭാഗത്ത് നിന്നായിരിക്കും ഏറ്റവും കൂടുതൽ തീരെയും വിഷമിപ്പിക്കുന്ന കാര്യങ്ങൾ ആ ഒരു വ്യക്തിക്ക് ഉണ്ടായിട്ടുണ്ടാവുക. അതുകൊണ്ട് തന്നെ കുറേ എന്താ പറയുക, കാര്യങ്ങൾ, കർമ്മങ്ങൾ നിങ്ങൾ ആ ഒരു വ്യക്തിയുമായിട്ട് നിങ്ങൾ ഈ ജന്മത്തിൽ ചെയ്തു തീർക്കണം. കാരണം ആ ഒരു വ്യക്തിക്ക് നിങ്ങൾക്ക് അത്ര തന്നെയുള്ള ഒരു മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ട് ആ ഒരു വ്യക്തിക്ക് ഒരു 60% ഉണ്ടാവും. ബട്ട് 100% നിങ്ങളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷനിൽ കൂടി ആയിരിക്കില്ല. കാരണം കഴിഞ്ഞ ജന്മത്തിൽ നിങ്ങൾ ചെയ്ത് കൂട്ടിയിട്ടുള്ള ആ ഒരു വ്യക്തിയെ മാനസികമായിട്ട് ബുദ്ധിമുട്ടിച്ചിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഇവിടെ കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ ഒരു വ്യക്തിയുമായിട്ട് കുറേ കാര്യങ്ങൾ ചെയ്ത് തീർക്കാനുണ്ട്, കർമ്മങ്ങൾ. അതായത് തീരെ പെയിൻഫുൾ ആയിട്ടുള്ള സിറ്റുവേഷൻ തന്നെയായിരിക്കും. ആ ഒരു വ്യക്തിയുടെ ഭാഗത്തു നിന്നുള്ള ഓരോ കാര്യങ്ങൾ കൊണ്ടായിരിക്കാം നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുണ്ടായിരിക്കുക. ആ ഒരു വ്യക്തി എന്ന് വെച്ചാൽ ഇൻ ആൻഡ് ഓഫ് കണക്ഷൻ ആയിട്ട് വന്നും പോയിക്കൊണ്ടിരിക്കുന്നവർ ഇതിൽ കാണുന്നുണ്ട് കുറേ പേർക്ക്. അത് മാത്രമല്ല, വന്നു കഴിഞ്ഞാലും തെറ്റു ക്യൂൺ ഓഫ് സോൾസ് ഇവിടെ കിട്ടിയിട്ടുണ്ട്. അതായത് വന്നു കഴിഞ്ഞാലും എന്തെങ്കിലുമൊക്കെ കാര്യം പറഞ്ഞ് വീണ്ടും വഴക്കിട, പിരിയുക, അങ്ങനെ ഒരു സിറ്റുവേഷൻ ഒക്കെയാണ്. പെട്ടെന്നുള്ള വരവും പെട്ടെന്നുള്ള ചേഞ്ചസും പെയിൻഫുൾ ആയിട്ടുള്ള ചേഞ്ചസുമാണ് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ടാവുക. അപ്പോൾ ഇതാണ് എന്താ പറയുക, നിങ്ങളുടെ ഇന്നത്തെ റീഡിങ്ങിന് ഉള്ളത്. കാരണം കാർമിക് സോൾമേറ്റ്സ് ആയതുകൊണ്ട് തന്നെ ഈ ഒരു ബന്ധത്തിൽ ആ ഒരു വ്യക്തിക്ക് സിൻസിയറിറ്റി ഉണ്ട്, ഭയങ്കരമായിട്ട് സ്നേഹം സത്യസന്ധമായിട്ട് തന്നെയാണ് നമുക്കിവിടെ കാണുന്നത്. ചിലരുടെ റീഡിങ്ങിൽ ഈ ഒരു പേഴ്സൺ വളരെയധികം ദാനധർമ്മിയും, എന്താ പറയുക, അങ്ങനെ സഹായ മനസ്കത എന്നൊക്കെ ഉള്ളൊരു ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിട്ട് എനിക്കിവിടെ കാണുന്നുണ്ട്. ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, കാർമിക് സോൾമേറ്റ്സ് എന്ന് പറഞ്ഞല്ലോ. അപ്പൊ കാർമിക് സോൾമേറ്റിന് നമുക്ക് ഈ ആ ഒരു കർമ്മം കഴിയണ വരെ പെയിൻഫുൾ സിറ്റുവേഷൻ തന്നെയായിരിക്കും. അതിൽ നിങ്ങളാണ് കഴിഞ്ഞ ജന്മത്തിലെ പാപി എന്നുണ്ടെങ്കിൽ ആയിരിക്കുമല്ലോ ഇപ്പോൾ പെയിൻഫുൾ ആയിട്ടുള്ള സിറ്റുവേഷനിൽ കൂടുതലും പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ യൂണിവേഴ്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു കർമ്മത്തെ നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്തിരിക്കണം. നിങ്ങൾ ഈ ജന്മം കംപ്ലീറ്റ് ചെയ്യേണ്ടതായിട്ടുള്ള കർമ്മമുണ്ട്. അത് വളരെ പെയിൻഫുൾ ആയിരിക്കും. അതിനുശേഷം നല്ലൊരു ബന്ധമായിട്ടാണ് യൂണിവേഴ്സ് നിങ്ങൾക്ക് ആ ഒരു ബന്ധത്തെ കൊണ്ടുതരാൻ പോകുന്നത്. കാരണം നിങ്ങൾക്ക് സ്പിരിച്വൽ ഹീലിംഗ്, സ്പിരിച്വൽ സ്ട്രെങ്ത് അതെല്ലാം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു കാര്യങ്ങളിൽ കൂടെയൊക്കെ കടന്നു പോകുന്നത്. അതിന് ശേഷം നല്ലൊരു ഹാപ്പി ലൈഫ് അല്ലെങ്കിൽ റീയൂണിയൻ എന്നൊക്കെ പറയുന്ന സംഭവം
ഇവിടെ കിട്ടാനായിട്ട് ചാൻസ് ഉണ്ട്. കാരണം ഇതൊരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ ആണ്. നിങ്ങൾക്കായിട്ട് തന്നെ നിങ്ങൾക്ക് എന്തൊക്കെയോ ഒരു ബന്ധം ഈ ഒരു പേഴ്സണും മുൻ ജന്മത്തിലോ ഉള്ളത് കൊണ്ട് തന്നെ ഈ ഒരു കാർമിക് സിറ്റുവേഷൻ എന്തായതിനു ശേഷം നിങ്ങൾക്ക് വരാൻ പോകുന്ന ഒരു ലൈഫ് നിങ്ങൾ ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ ഉണ്ടായിരുന്ന പോലെ തന്നെ അതേപോലെ വളരെയധികം ഹാപ്പിയസ്റ്റ് ആയിട്ടുള്ള ലൈഫ് ആയിരിക്കും. കാരണം ഇവിടെ സ്ട്രെങ്ത് കാർഡ് കിട്ടിയിട്ടുണ്ട്. അത് മാത്രമല്ല 4 ഓഫ് വാണ്ട്സ് ഇവിടെ കിട്ടിയിട്ടുണ്ട്. അതായത് ഒരു ഹാപ്പി ഫാമിലി അല്ലെങ്കിൽ മാരീഡ് ആയിട്ടുള്ള ഒരു സംഭവമൊക്കെ ഇവിടെ വരുന്നുണ്ട്. അതാണ് സ്ട്രെങ്ത്തിനും 4 ഓഫ് വാണ്ട്സിൽ ഇവിടെ കിട്ടിയിട്ടുണ്ട്. മാരീഡ് എന്ന് പറയുന്നില്ല, ഇപ്പോൾ കുറേ മാരീഡ് ആയിട്ടുള്ളവർക്കും വേറെ ബന്ധങ്ങളിൽ കൂടെ പോകുന്ന ആൾക്കാർക്കും ഇത് കാണുന്നുണ്ട്. അവർക്കെന്നൊക്കെ പറയാൻ മാരീഡ് അല്ല, നിങ്ങൾക്ക് വളരെയധികം വീണ്ടും ഹാപ്പിയസ്റ്റ് ആയിട്ടുള്ള ഒരു യൂണിയൻ ഉണ്ടാവും എന്ന് തന്നെയാണ് ഇവിടെ കാണിക്കുന്നത്.